വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ആരോഗ്യ കായിക വിദ്യാഭ്യാസം കലാവിദ്യാഭ്യാസം പ്രവൃത്തി പഠനത്തിലെ വാർഷിക മൂല്യനിർണ്ണയം 2022-23 അഥവാ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് എക്സാം എഴുതാനുള്ള സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. ആകെ 45 മാർക്കാണ്. അപ്പോൾ ഓരോ സെക്ഷൻ വൈസ് ആയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ആരോഗ്യ കായിക വിദ്യാഭ്യാസമാണ്. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 4 ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടത്. ഒന്നാമത്തേത് ശരീരോഷ്മാവ് കണ്ടെത്താനുള്ള ഉപകരണം ഏത്? സ്റ്റെതസ്കോപ്പ്, തെർമോമീറ്റർ, ബാരോമീറ്റർ, സ്റ്റേഡിയോമീറ്റർ. ഏതാണ് ആൻസർ? തെർമോമീറ്റർ ആണ്. ഓക്കെ, ആൻസർ തെർമോമീറ്റർ. 2, 2022 ഫിഫ വേൾഡ് ഫുട്ബോൾ മത്സരങ്ങൾ നടന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യ, ഇറാൻ, ഖത്തർ, ജർമ്മനി. ഏതാണ്? ഖത്തറാണ് ശരിയായ ആൻസർ. 3, കായിക മേഖലയിൽ ഇന്ത്യയെ ഈ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച മലയാളിയായ വനിതാ കായിക താരം ആരാണ്? കായിക മേഖലയിൽ ഇന്ത്യയെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച മലയാളി കായിക വനിതയാണ്. അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് പി.വി. സിന്ധു, പി.ടി. ഉഷ, സാനിയ മിർസ, മിതാലി രാജ്. ആരാണ്? പി.ടി. ഉഷയാണ്. ഓക്കെ, പി.ടി. ഉഷ. 4, കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒരാളുടെ പൾസ് റേറ്റ് ഡാഷ് കുറയുന്നു, നിശ്ചലമാകുന്നു, കൂടുന്നു, വ്യത്യാസം ഉണ്ടാകുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്? കൂടുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ കൂടുന്നു എന്നതാണ് ആൻസർ. 5, ദൈനംദിന ജീവിതത്തിലെ ആവശ്യങ്ങളെയും വെല്ലുവിളികളെയും കാര്യക്ഷമമായി നേരിടാനുള്ള കഴിവുകളാണ് ആത്മവിശ്വാസം, കൃത്യനിഷ്ഠ, ജീവിത നൈപുണി, ഒത്തൊരുമ. അതിനെ നമ്മൾ ജീവിത നൈപുണി എന്നാണ് പറയുന്നത്. ജീവിത നൈപുണി. അപ്പോൾ ആദ്യത്തെ 5 ചോദ്യവും ഉത്തരവും കഴിഞ്ഞു. അടുത്തത് 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 6ാമത്തെ ചോദ്യം, കൈകാലുകളിൽ ചതവ് സംഭവിച്ചാൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷ എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിനെ നമ്മൾ ഒന്നുകിൽ നമുക്ക് റെസ്റ്റ് അല്ലെങ്കിൽ ഐസ് അല്ലെങ്കിൽ കംപ്രഷൻ അല്ലെങ്കിൽ എലിവേഷൻ. അതിന് നമ്മൾ റൈസി എന്ന ഷോർട്ട് ഫോമിലാണ് അറിയപ്പെടുന്നത്. റെസ്റ്റ് എടുക്കുകയോ ഐസ് വെക്കുകയോ കംപ്രഷൻ കൊടുക്കുകയോ എലിവേഷൻ ചെയ്യുകയോ ചെയ്യാം. ഇനി 7ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിലെ കായിക താരങ്ങളുടെ പേരെഴുതുക. ഇവിടെ ഒന്നാമത്തത് എ എന്ന് പറയുന്നത് MM വിജയനാണ്. ബി എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയാണ്. സി എന്ന് പറയുന്നത് നീരജ് ചോപ്ര. ഡി എന്ന് പറയുന്നത് ലയണൽ മെസ്സി. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് MM വിജയൻ, 2 വിരാട് കോഹ്ലി, 3 നീരജ് ചോപ്ര, 4 ലയണൽ മെസ്സി. 8, ഒരു നല്ല സുഹൃത്തിന് വേണ്ട ഗുണങ്ങൾ എന്തെല്ലാമാണ്? എന്തൊക്കെയാണ്? ആരോഗ്യകരമായ ശീലങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അനാരോഗ്യകരമായ പ്രവണതകളിൽ നിന്നും പിന്തിരിപ്പിക്കുക, സമൂഹത്തിന് ഗുണകരമായുള്ള പ്രവർത്തനങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെയാണ് ഒരു നല്ല സുഹൃത്തിന് വേണ്ട ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ആത്മവിശ്വാസവും മെയ്വഴക്കവും ഏകാഗ്രതയും ഒത്തിണങ്ങിയ 2 കായിക ഇനങ്ങളുടെ പേരെഴുതണം. ഏതൊക്കെ എഴുതാം? 1 ജിംനാസ്റ്റിക്, 2 ഡ്രൈവിങ് അല്ലെങ്കിൽ കബഡി. ഓക്കെ, ജിംനാസ്റ്റിക്, ഡ്രൈവിംഗ് അല്ല ഡൈവിങ്. ജിംനാസ്റ്റിക്, ഡൈവിങ്, കബഡി. ഇനി 10, സുരക്ഷിതമായ കാൽനട യാത്രയ്ക്ക് വേണ്ട 2 മുൻകരുതലുകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 1 നടപ്പാത ഉപയോഗിക്കുക, അതുപോലെ തന്നെ റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കുക, ട്രാഫിക് സിഗ്നൽ അനുസരിക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ട മുൻകരുതലുകൾ എന്ന് പറയുന്നത്. ഇനി 11, 12 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനാണ് ഉത്തരം എഴുതേണ്ടത്. 11ാമത്തേത്, കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക വഴി എന്തെല്ലാം ഗുണങ്ങളാണ് ലഭിക്കുക? 1 നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, അതുപോലെ തന്നെ വ്യക്തിത്വ വികസനം, ബുദ്ധി വളർച്ച, മാനസിക ഉല്ലാസം എന്നിവയും ലഭിക്കും. ഇനി 12, നിങ്ങളുടെ വീടിനടുത്തും സ്കൂളിലുമായി ഏറ്റവും കൂടുതൽ പ്രാവശ്യം കളിച്ചിട്ടുള്ള ഒരു കളി വിവരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കളിക്കുന്ന ഏതെങ്കിലും ഒരു കളിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ഇനി അടുത്തത് നമുക്ക് കലാവിദ്യാഭ്യാസമാണ് നോക്കാനുള്ളത്. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് തന്നെയാണ് ഉത്തരം എഴുതേണ്ടത്. ഒന്നാമത്തേത്, മലമ്പുഴയിലെ അണക്കെട്ടിനോട് ചേർന്നുള്ള ഉദ്യാനത്തിലെ പ്രശസ്തമായ യക്ഷി ശില്പം നിർമ്മിച്ച ശില്പി ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തന്നിട്ടുള്ളത് അലക്സ് മാത്യു, KS രാധാകൃഷ്ണൻ, കാനായി കുഞ്ഞിരാമൻ, TK പത്മിനി. ആരാണ്? കാനായി കുഞ്ഞിരാമനാണ്. ഓക്കെ, കാനായി കുഞ്ഞിരാമൻ. 2, വിവിധ തരം ചെടികൾ ഉപയോഗിച്ച് വരക്കുന്ന ചിത്രങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മ്യൂറൽ പെയിൻറ്റിങ്, ജലച്ചായ ചിത്രങ്ങൾ, എണ്ണച്ചായ ചിത്രങ്ങൾ, ധൂളി ചിത്രങ്ങൾ. അതിനെ നമ്മൾ ധൂളി ചിത്രങ്ങൾ എന്നാണ് പറയുന്നത്. ഇനി
താത്തിനം തക്ക തെയ്താരോ തകദിനം തൻ തക്ക തെയ്താരോ, ഈ രീതിയിലുള്ള വായ്മൊഴികൾ നാടൻ പാട്ടുകളിൽ കേട്ടിട്ടുണ്ടല്ലോ. നാടൻ പാട്ടുകളിലെ ഇത്തരം പ്രയോഗങ്ങളുടെ പേര് എന്ത്? സംഗതി, വായ്ത്താരി, ഗമകം, ചൊൽക്കെട്ട്. എന്താണ്? വായ്ത്താരിയാണിത്. ഇനി 4 ശബ്ദത്തോടൊപ്പം ഭാവചലനങ്ങളും സാധ്യമാകുന്ന കലാരൂപം ഏത്? ചിത്രകല, നാടകം, കാർട്ടൂണ്, കൊളാഷ്. ഏതാണ്? നാടകമാണ്. 5 താഴെ കൊടുത്തിരിക്കുന്നവരിൽ നടിയും നർത്തകിയുമായ പ്രശസ്ത വ്യക്തി ആര്? KS ചിത്ര, ജോത്സന, മഞ്ജു വാര്യർ, P സുശീല. ആരാണ്? മഞ്ജു വാര്യരാണ്. ഓക്കെ, മഞ്ജു വാര്യർ. ഇനി 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 6ാമത്തെ ചോദ്യം, കൊളാഷ് ചിത്രം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് മാളു. കൊളാഷ് നിർമ്മാണത്തിന് മാളു ഒരുക്കേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണ്? കൊളാഷ് നമുക്ക് പേപ്പർ, തുണി, പശ, ചാർട്ട് പേപ്പർ, മരച്ചീളുകൾ, ഇലകൾ തുടങ്ങിയവയിൽ നിന്നും ഏതെങ്കിലും സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും 4 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ഒന്നുകൂടെ പറയാം. പേപ്പർ വെച്ച് ചെയ്യാം, തുണി, പശ, ചാർട്ട് പേപ്പർ, മരച്ചീളുകൾ. ഇനി ഇതിൽ 7ാമത്തെ ചോദ്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മരവും അതിൻ്റെ പശ്ചാത്തലവും വരച്ച് നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പേപ്പറിൽ ഇതുപോലെ ഒന്ന് വരച്ച് നല്ല ഭംഗിയായിട്ട് നിറം കൊടുക്കുക. എക്സാമിന് പോകുമ്പോൾ നിറങ്ങളൊന്നും കൊണ്ടുപോകാൻ മറന്നു പോകരുത്. 8 ഏറെ നിങ്ങളെ സ്വാധീനിച്ച സിനിമയെക്കുറിച്ച് ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു സിനിമയെക്കുറിച്ചിട്ട് അതിൻ്റെ നിർമ്മാണം, അഭിനയം, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എന്നൊക്കെ കൂടിയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇനി 9 താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിൽ കാണുന്ന സംഗീതോപകരണങ്ങൾ തിരിച്ചറിഞ്ഞ് പേരെഴുതുക. ഇതിൽ A എന്ന് പറയുന്നത് തബലയാണ്, B എന്ന് പറയുന്നത് ഇടക്ക, C എന്ന് പറയുന്നത് ചെണ്ട, D എന്ന് പറയുന്നത് ഓടക്കുഴൽ. ഓക്കെ, ഒന്നും കൂടെ പറയാം. A തബല, B ഇടക്ക, C ചെണ്ട, D ഓടക്കുഴൽ. 10 വിവിധ നൃത്തരൂപങ്ങളുടെ ചിത്രങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. അവയുടെ പേരുകൾ കണ്ടെത്താനാണ്. ഒന്നാമത്തേത് ഏതാണ്? 1 കഥകളിയാണ്, 2 B എന്ന് പറയുന്നത് മാർഗംകളിയാണ്, C എന്ന് പറയുന്നത് ഒപ്പന, D തിരുവാതിര. ഓക്കെ, ഒന്നുകൂടെ പറയാം. A കഥകളി, B മാർഗംകളി, C ഒപ്പന, D തിരുവാതിര. ഇനി 11, 12 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 11ാമത്തെ ചോദ്യം, ചുവടെ ഒരു കഥാസന്ദർഭത്തിൻ്റെ സൂചനകളുണ്ട്. ഇതിനനുയോജ്യമായ ചിത്രങ്ങൾ പെൻസിൽ കൊണ്ട് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1 ദാഹിച്ചു വലഞ്ഞ ഒരു കാക്കയെയാണ് വരയ്ക്കേണ്ടത്. 2ാമത്തേത് വെള്ളം തേടി പറക്കുന്ന കാക്കയെ, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം, ഒരു സൂത്രം ചെയ്ത് കാക്ക വെള്ളം കുടിച്ചു. അപ്പോൾ ഈ സന്ദർഭത്തിന് അനുയോജ്യമായിട്ടുള്ള ചിത്രങ്ങൾ നിങ്ങൾ വരച്ചു ചേർക്കുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും നാടൻ പാട്ടിൻ്റെ 4 വരികളും അതിന് അനുയോജ്യമായ വായ്ത്താരികളും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു നാടൻ പാട്ട് നിങ്ങൾക്ക് എടുത്തിട്ട് തിത്തിത്താരോ തിത്തിത്തേ എന്നൊക്കെ പറയുന്ന ഏതെങ്കിലും ഒരു നാടൻ പാട്ട് എടുത്തിട്ട് അതിൻ്റെ 4 വരികൾ എഴുതി കൊടുക്കുക. അടുത്തത് നമുക്ക് പ്രവൃത്തി പഠനമാണ് നോക്കാനുള്ളത്. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിനാണ് കൂട്ടുകാർ ഉത്തരം എഴുതേണ്ടത്. ഒന്നാമത്തേത്, കിണർ വെള്ളം ക്ലോറിനേഷൻ ചെയ്യേണ്ടത് മാസത്തിലൊരിക്കൽ, വർഷത്തിലൊരിക്കൽ, ദിവസവും ആഴ്ചയിലൊരിക്കൽ. എങ്ങനെയാണ്? നമ്മൾ മാസത്തിലൊരിക്കലാണ് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ ദേശീയ പതാകയിൽ ഏറ്റവും താഴെയായി കാണപ്പെടുന്ന നിറം ഏത്? ചുവപ്പ്, നീല, പച്ച, വെള്ള. ഏതാണ്? പച്ചയാണ്. ഇനി 3, വസ്ത്രങ്ങളിൽ അലങ്കാര തയ്യലുകൾ ചെയ്യുമ്പോൾ ഡിസൈനുകൾ പകർത്തി വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ ഏത്? ന്യൂസ് പേപ്പർ, മഞ്ഞ കാർബൺ പേപ്പർ, ചാർട്ട് പേപ്പർ, ടിഷ്യൂ പേപ്പർ. ഏതാണ്? മഞ്ഞ കാർബൺ പേപ്പർ ഉപയോഗിച്ചിട്ടാണ്. മഞ്ഞ കാർബൺ പേപ്പർ. 4, ടോയ്ലറ്റ് ഔട്ട്ലെറ്റ് പൈപ്പിൽ വല സ്ഥാപിക്കുന്നത് ഏത് ജീവിയെ നിയന്ത്രിക്കാനാണ്? ഉറുമ്പിനെ, പല്ലിയെ, തവളയെ, കൊതുകിനെ. നമുക്കറിയാം കൊതുകിനെയാണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കാത്ത വസ്തു ഏതാണ്? നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. A ബാഗാണ് കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കാത്തത്. ഇനി 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 6ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങളെ എങ്ങനെയെല്ലാം പുനരുപയോഗം ചെയ്യാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് നമുക്ക് അതെല്ലാം കൂടിയിട്ട് ഒരു ബയോഗ്യാസിൻ്റെ രൂപത്തിൽ ആക്കാം അല്ലേ? ഇതുണ്ടെങ്കിൽ നമുക്കതിൽ ഇട്ട് കഴിഞ്ഞിട്ട് അതിൽ നിന്നും നമുക്ക് ബയോഗ്യാസ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ വളം ഉണ്ടാക്കാം. അതുപോലെ തന്നെ ബക്കറ്റ് കമ്പോസ്റ്റ് ഉണ്ടാക്കാം, പൈപ്പ് കമ്പോസ്റ്റ് ഉണ്ടാക്കാം. ഇതൊക്കെ നമുക്ക് ഈ ഒരു പച്ചക്കറി വേസ്റ്റ് കൊണ്ടുണ്ടാക്കാവുന്ന സംഭവങ്ങളാണ്. താഴെ കൊടുത്തിരിക്കുന്ന പച്ചക്കറി ഇനങ്ങളിൽ പന്തൽ കെട്ടി പടർത്താൻ കഴിയുന്നവ പട്ടികപ്പെടുത്തുക. പന്തൽ കെട്ടാൻ കഴിയുന്നത് ഏതൊക്കെയാണ്? ഇവിടെ തന്നിട്ടുള്ളത് ചീര, പയർ, കോവൽ, പാവയ്ക്ക, തക്കാളി, വഴുതിന, പപ്പായ, പടവലം, വെണ്ട. ഇതിൽ പയർ, കോവക്ക, പാവയ്ക്ക, പടവലം ഈ 4 എണ്ണമാണ് നമുക്ക് പന്തൽ കെട്ടാൻ കഴിയുന്നത്. ഇനി ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ നോക്കാം. മാസ്കുമായി ബന്ധപ്പെട്ടത് തുണിയാണ്. ചിരട്ടത്തവിയുമായി ബന്ധപ്പെട്ടത് ചിരട്ടയാണ്. പേപ്പർ ബാഗുമായി ബന്ധപ്പെട്ടത് ചാർട്ട് പേപ്പറാണ്. മേശയുമായി ബന്ധപ്പെട്ടത് തടിയാണ്. ഓക്കെ,
ഇനി പേപ്പർ ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന 4 ഉൽപ്പന്നങ്ങളുടെ പേരെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? 1 പേപ്പർ ബോട്ട്, 2 പേപ്പർ ബാഗ്, അതുപോലെ തന്നെ വാൾ ഹാങ്ങർ, പേപ്പർ പേന, പേപ്പർ പൂവ്, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇനി മുള കൊണ്ട് നിർമ്മിക്കാവുന്ന 4 ഉപകരണങ്ങളുടെ പേരെഴുതണം. മുള കൊണ്ട് നമുക്ക് കട്ടിൽ ഉണ്ടാക്കാം, കസേര, മേശ, പുട്ടും കുച്ചി, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അവസാനത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. 11, 12 ചോദ്യങ്ങളിൽ ഒരു ചോദ്യത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. ഇവിടെ പദസൂര്യം പൂർത്തിയാക്കാനാണ് നോട്ട്ബുക്ക് നിർമ്മാണം കാലിക്കോ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ട്? പേപ്പർ വേണം, പശ, കത്രിക, സൂചി, നൂല്. ഓക്കെ. ഇനി ജാമിതീയ രൂപങ്ങൾ ഉപയോഗിച്ച് ഒരു പാർപ്പിടത്തിൻ്റെ ചിത്രം വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് അറിയാം ഏതൊക്കെയാണ് ജാമിതീയ രൂപങ്ങൾ എന്ന്. അത് വെച്ചുകൊണ്ടൊരു ചിത്രമാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.